ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ, ആമിക്ക് ഒരു സർപ്രൈസ് കൊടുത്തതാണ് കേട്ടോ. ആമിയുടെ ബർത്ത്ഡേയുടെ തലേ ദിവസം. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മുന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോസ്. എന്ന് വെച്ചാൽ അവൾക്ക് ഞാൻ ഗിഫ്റ്റ് മേടിക്കാൻ പോകുന്നതും ഞങ്ങളത് പൊതിയണ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ഗാലറിയിൽ. ഞാനത് അവൾ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഏതോ ഒരു ഫോൾഡറിലേക്ക് അത് മാറ്റിയിട്ടായിരുന്നു. പക്ഷെ ആ വീഡിയോസ് ഒന്നും തന്നെ കാണാനില്ല. അപ്പോൾ ഞാൻ കുറേ തപ്പി. അപ്പോൾ എന്തായാലും ആ വീഡിയോസൊക്കെ എൻ്റെ നിന്ന് പോയിട്ടോ. അപ്പോൾ ആ ദിവസത്തെ ബാക്കിയുള്ള വീഡിയോസാണ് ഇനിയിപ്പോൾ ഈ വ്ളോഗിൽ കാണാൻ പോകുന്നത്. സർപ്രൈസ് ആർക്കും ഇഷ്ടമില്ലാത്ത അല്ലേ? ഇഷ്ടമില്ലാത്തവരുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം സർപ്രൈസ്. എനിക്ക് വലിയൊരു സർപ്രൈസ് തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആദിയുടെ ബർത്ത്ഡേക്ക് അവനന്ന് 10 വയസ്സാവും 10 ഗിഫ്റ്റുകളൊക്കെ ഞങ്ങൾ മേടിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ആമിക്ക് അവളും എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആമിക്ക് ചെറിയൊരു രീതിയിൽ ഒരു സർപ്രൈസ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് കാണാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടിയും, നിങ്ങൾക്ക് ബർത്ത്ഡേ സർപ്രൈസിനെ പറ്റിയിട്ട് നമുക്ക് പണ്ടൊന്നും ഇങ്ങനെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടലും ഇതൊന്നും ഇല്ലല്ലോ. എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? അത് നല്ലതാണോ അതോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണോ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയട്ടോ. വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാനാ. ഞാൻ അടുത്ത വർഷം മുതലൊന്നും ചെറുതാക്കിയല്ലോ. കാരണം അവർ വല്ലാതെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും ഓരോ വർഷം മുതലും. അതത്ര നല്ലതല്ല എന്ന് എനിക്ക് ചില സമയങ്ങളിൽ ഇങ്ങനെ തോന്നാറുണ്ട്. പിന്നെ ആലോചിക്കുമ്പോൾ തോന്നും, സന്തോഷം കിട്ടുന്ന മൊമെന്റ്സ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം എന്നല്ലേ പറയുന്നേ. കേക്ക് കട്ട് ചെയ്യണം അതൊന്നല്ല കേട്ടോ. ഈ മാതിരി സർപ്രൈസുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണെന്നല്ല നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാട്ടോ. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ബനാന പീനട്ട് ബട്ടർ കേക്ക് എന്നാ ഞാൻ ഉണ്ടാക്കിയ പേര്. ഇതറിയാണെന്നുണ്ടെങ്കിൽ നാളെ കേക്ക് മേടിക്കണ്ടായിരുന്നു. അങ്ങനെ പറയുന്നത് ബർത്ത്ഡേക്ക് വരവല്ല. ശരി. വെറുതെ ഇരിക്കുമ്പോ ഓരോ തോന്നാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു തോന്നലിന്റെ പേരിൽ ആമി ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ കേക്ക്. മ്യൂസിക് ക്ലാസ് കഴിഞ്ഞ് വെറുതെ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, അമ്മ എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഉണ്ടാക്കണതാണ് കേട്ടോ. ഞാൻ കുറേ തവണ വേണ്ട ആമി എന്ന് പറഞ്ഞു. കാരണം പിറ്റേ ദിവസം ആമിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞു, ആമി ഇന്നും വേണ്ട എന്നുവെച്ചാൽ ഇനി കിച്ചൺ വൃത്തികേടായി കഴിഞ്ഞാൽ അത് ഒതുക്കെ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ തവണ പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷെ ആൾ വിടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ എന്തെങ്കിലും കാണിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്തായി ഡൗട്ട്. ഞാൻ പറഞ്ഞു, നീ റെസിപ്പി എങ്ങനെയാണ് കണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാക്ക്. കേക്ക് ഉണ്ടാക്കാൻ വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല കേട്ടോ. പക്ഷെ കൊറോണ സമയത്ത് ഞാൻ പലതരത്തിലുള്ള ഫുഡുകൾ പരീക്ഷിച്ചിരുന്നു. ആ കൂട്ടത്തിലൊന്നാണ് ഈ കേക്കൊക്കെ. അന്നൊക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതിനുവേണ്ടി കേക്ക് ടിന്നും സാധനങ്ങളെല്ലാം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് ഫോറസ്റ്റ് വരെ എത്തിയായിരുന്നു. വൈറ്റ് ഫോറസ്റ്റ് മാത്രമല്ല, ഒരു ചോക്ലേറ്റിൻ്റെ ഒരു കേക്കും കൂടി ഞാൻ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ഇതിൽ ആമിയുടെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പൊറോട്ട എന്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ ആമിയുടെ കേക്ക് റെഡി ആയിട്ടോ. സംഭവം എനിക്കിത് കണ്ടപ്പോൾ തന്നെ എനിക്കതിൻ്റെ ഒരു ഏകദേശം ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ആമി നീ കഴിക്കാതെയും. ലാസ്റ്റ് അവളെ എന്നെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിപ്പിച്ചു കേട്ടോ. കുറച്ച് ദിവസം മുന്നേ ഓരോ വെച്ചിട്ട് ഞാനൊരു കേക്ക് പരീക്ഷണമൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ സക്സസ് ആയിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം കുഞ്ഞൊക്കെ കൂടി ആമിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണല്ലോ പിറ്റേ ദിവസം. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടാണ് കേട്ടോ അവൾ തന്നെ ഉണ്ടാക്കിയ കേക്ക് മുറിക്കുന്നത്. വലിയ ഡെക്കറേഷനൊക്കെ ഉള്ള നട്ട്സും ബദാമൊക്കെ തന്നെ അതിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. നീ ആദ്യം കഴിക്കാമേ. ടേസ്റ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ. അയ്യോ, കുറച്ചെത്രയോ എത്രയോ കാഭാഗങ്ങൾ ഇട്ടുള്ളൂ. എന്തേ കൂടിയേ? ഉപ്പ് കൂടിയാ? ഞാൻ കഴിക്കണത് എന്താ അമ്മ റിയാക്ഷൻ കഴിക്കാൻ തോന്നില്ലേ? ഉപ്പില്ലല്ലോ. ഉപ്പില്ലല്ലോ.
അതിൻ്റെ അടിപൊളിയാണ്. പഞ്ചസാര കഴിച്ചാൽ മുമ്പ് ടേസ്റ്റ് ഉണ്ട് കേസ്. അല്ല 2 ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് സ്കൂൾ വിട്ട് വന്നാൽ കഴിക്കാനായിട്ടായി. ഇല്ല ആമിയുടെ ബർത്ത്ഡേ കേക്ക് ക്യാൻസൽ. ഇതാണ് നാളത്തെ ബർത്ത്ഡേ കേക്ക്. കുറച്ച് ദിവസം മുന്നേ ചോക്ലേറ്റ് ട്രഫിൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് വന്ന മുതലാണ് കേട്ടോ എൻ്റെ പൈസ പോയേനെ. സംഭവം എനിക്ക് അവളെ പ്രോത്സാഹനം കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കേക്കിൽ ഭയങ്കര ഉപ്പായിരുന്നു. നീ അവൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചില്ല, അമ്മ എത്ര ഉപ്പിടണമെന്ന് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാളത് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് കഴിക്കുക തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ കഴിക്കില്ല. ഞാൻ ആ ഒരു പീസ് തന്നെ ഞാനും കഴിച്ചോളൂ. എനിക്കെന്തോ അതിൻ്റെ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് കേക്കിൽ എനിക്കെന്തോ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആമിതേ കുഞ്ഞ് പോകുമ്പോൾ അച്ചാച്ചൻ്റെ അമ്മാമ്മയ്ക്ക് വലിയച്ഛനും വലിയമ്മയ്ക്കും ഉണ്ണിക്കുട്ടനൊക്കെ ഉള്ള കേക്കിൻ്റെ ഒരു പോർഷൻ കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ. എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞിട്ട് ആമിയും കുഞ്ഞും കൂടെ നല്ല ഡിസ്കഷൻ. എന്താവും കേക്ക് ഫ്ലോപ്പായി ഉണ്ടാവുക, ഇത് കൂടി ഉണ്ടാവുമോ, സോഡാപ്പൊടി കൂടി ഉണ്ടാവുമോ, ഉപ്പ് എന്തായാലും കൂടിയുണ്ടെന്നുള്ളത് കൺഫേംഡ് ആണ്. പക്ഷെ അവർക്ക് ആമി കഴിച്ചപ്പോൾ ഉപ്പ് കൂടുതൽ തോന്നിയില്ല എന്നാണ് അവൾ പറഞ്ഞത്. വേറെ ആരും അങ്ങനെ പറയുന്നത് കേട്ടില്ല കേട്ടോ, കൂടിയിട്ടില്ല, ഒരു കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷേ അച്ചാച്ചനും അമ്മാമിയും ആമീനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ടേസ്റ്റ് ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് അയച്ചു തന്നായിരുന്നു കേട്ടോ. കേക്ക് ഫ്ലോപ്പായി ചെറുതായിട്ട് അല്ലേ, ചെറുതായിട്ട് കേക്ക് ഫ്ലോപ്പായി. എന്നാലും കുഴപ്പമില്ല. കടലാസ് എടുക്ക് കൊട്ട നിന്റെ കൊട്ട അങ്ങനെ പറ്റില്ല, സൗണ്ട് ഉണ്ടാവില്ല. കടലാസ് കള്ളാസോ ആളുണ്ട് ആമീനാണ് പട്ടി കിട്ടുള്ളോ കൊട്ടാൻ. കൊട്ടാനാ കൊട്ടാൻ നാളെ പാട്ടിൽ കൊട്ടാൻ. സൺഡേ ആയ എന്നെ പുറത്തൊന്നും കൊണ്ടുപോയില്ലെങ്കിൽ വൈകുന്നേരം അവിടേക്ക് എൻ്റെ മുഖം ഇങ്ങനെയാവും കേട്ടോ. എനിക്ക് പിന്നെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. എന്നെ എവിടെയും പോയില്ല, ഒരു ഞായറാഴ്ച പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വെറുതെ കറങ്ങാൻ ഇറങ്ങിയതാ കേട്ടോ. അപ്പോൾ അബ്ചേട്ടൻ ആമിക്കൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ഇതിൽ വീഡിയോസിൽ കണ്ട ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ ഞാൻ മുന്നേ മേടിച്ച്, ഞാൻ വീഡിയോയിൽ ഞാൻ വ്ളോഗിൽ ഒരു ദിവസം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മുന്നേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അബ്ചേട്ടൻ ഒന്നും മേടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് മാല, കമ്മൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മേടിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് അൽഫാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അൽഫാമൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. ഞങ്ങൾ ഈ ഗ്രിൽഡ് ചിക്കൻ്റെ ഒക്കെ കഥ പറയാനായിട്ടോ, ഞങ്ങൾ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് അനിക്കുട്ടൻ അശ്വതിക്ക് ദുബായിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ ഇതേപോലെ 2 ചിക്കൻ മേടിച്ചിട്ട് ഞാനും അബ്ചേട്ടനും കൂടെ ഒരു ചിക്കൻ മൊത്തം ഇരുന്ന് കഴിക്കും. ഞങ്ങൾ വൈനൊക്കെ മേടിച്ചിട്ട് അങ്ങനെ പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ ഓരോ കഥകൾ പറയാ. നമ്മളിപ്പോ നമ്മൾ വാങ്ങിച്ച ഗിഫ്റ്റുകളൊക്കെ നമ്മളെ ഈ ഇങ്ങനത്തെ ലെറ്ററിൽ എഴുതിയിട്ട് നമ്മൾ കൊടുക്കും. അല്ല ആദ്യത്തെ ഒരു ഇതുണ്ട്, അത് നമ്മൾ കൊടുക്കും. അരിയുടെ അവിടെ ഒരു വെച്ചുണ്ട്. ഉള്ളിലൊന്നല്ല വെച്ചേക്കണേ, കാണണ പോലെ വെച്ചേക്കണേ. കൊടുക്കാൻ പോവല്ലേ അമ്മേ? അച്ഛൻ 2023-24 അച്ഛനിക്ക് ചേച്ചിക്ക് കൊടുക്ക്. മനസ്സിലായില്ലേ നിനക്ക്? ഡ്രസ്സിന്റെ കാർഡ് ഒന്നും പറയില്ല.
ആയി ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് എന്നിട്ടാ പ്രശ്ന ഈ അടുത്ത് ചെയ്ത തുടങ്ങിയ ഒരു കിച്ചൺ ഡ്യൂട്ടി ഉണ്ട് പറഞ്ഞാൽ ചെയ്യാറില്ലല്ലോ. അയ്യേ ആ അതങ്ങനെ പറഞ്ഞോളൂ. നാഴിയുടെ ഉള്ളിലുണ്ട്. ഇന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇന്ന് നീ അത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേ. എല്ലാ ദിവസവും നീ അടച്ചിടത് അടച്ചിട്ട് ഏയ് അതിങ്ങനെ തുണ്ടെടുക്കണേ. Footwear storage box. ചെരുപ്പ് കട. അയ്യോ ഇങ്ങനെ പമ്പി പൊതിഞ്ഞിട്ട പോലെ തന്നെ തുണ്ട് കളഞ്ഞാടാ നീ. അമ്മാസ് കംഫർട്ട് പ്ലേസ് ഞാനാണോ? കംഫോർട്ട് പ്ലേസ് അതല്ല, ഞാൻ കിച്ചണില്. ഞാൻ നിന്നെ കിച്ചണ്ട ഒരു കുട്ടി തൊട്ടെ മുഖൊരു മെനയില്ലേ. Adi have a new one this year. Adi have a new one this year. You don't have this year. Bag. ആണോ? Bag. ആദ്യം ഇത് ക്ലാസ്സിൽ പുതിയ ബാഗ് വെച്ച് എനിക്ക് ബാഗ് തന്നെ. അതിലല്ല നീ എഴുതി വെച്ചേ. അതിനേക്കാൾ വലിയ പണ്ട് New one പറഞ്ഞ സംഭവം അന്ന് എല്ലാവരും പറഞ്ഞതൂടെ. 14 ഉണ്ടെന്ന് വിചാരിക്കണ്ട കേട്ടോ അമ്മയെ. ശരി. ഫുഡ് സ്റ്റോറേജ് ബ്ലാക്ക് കബോർഡ്. ഇതാണോ ബിസ്ക്കറ്റ് ഒക്കെ വെക്കാൻ സ്ഥലമാണോ? ഫുഡ് സ്റ്റോറേജ് ചാരി നിൽക്കുന്നുണ്ട്. ഇത് കബോർഡാ ഫ്രിഡ്ജല്ലേ? എവിടെ അല്ല ഫീസല്ല ഐസിന്റെ ട്രൈ നോക്ക്. അച്ഛൻ നോക്കണം ചോറിന് പോയോ. അത് 2 കിലോ അല്ല.
ഹാപ്പി ബർത്ത്ഡേ മൈജിയ. ആദ്യത്തെ ഗിഫ്റ്റ് ഞാൻ തരാം. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഇതെന്തോ ഡ്രോയിങ് സെറ്റ് പോലെ എന്തോ തോന്നുന്നു. ഈ ഇതിന്റെ എന്തോ പെൻസിലോ ഇതാണ് ഡ്രസ് കബോർഡിൽ നിന്ന് ഡ്രസ് കബോർഡ് അല്ല ഡ്രസ് ഡ്രോയിങ് ഇതായിട്ട് എന്തേലും പാക്ക് കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ ബ്രഷ് പെൻ ആവുന്നത്. അല്ലേ ഞാൻ പറഞ്ഞില്ലേ ബ്രഷ് പെൻ ആവുന്നത്. കളയാട്ടാ അമ്മ. അയ്യോ ബ്രഷ് പെൻ. ഞാൻ ഇട്ട ഗിഫ്റ്റ്. അടുത്ത ഗിഫ്റ്റ് ഞാൻ എടുത്തരും. ഇത് ഞാന് വാങ്ങിച്ചത്. കാണാൻ പക്ഷെ അമ്മയുടെ പൈസ ഒരു മിനിറ്റ് പൊട്ടിക്കില്ല. അതെന്താവും ഇതെന്തിട്ടാ ഇതിട്ടാ എന്തോ ബ്ലിങ് ബ്ലിങ് പോലെയൊക്കെ തോന്നുന്നു ഇവിടെ. ബാക്കിയൊക്കെ ഭയങ്കര ഇതാ. ആ ഞാൻ പറഞ്ഞുതരാം. ഇതെന്റെ പെട്ടിയല്ലേ, എന്റെ ജോയാലിക്കാസിന്റെ പെട്ടി. അതിന്റെ ഉള്ളിട്ടിട്ട് എന്താ തന്നേക്കണത്. ഞാൻ കാണിച്ചുതരാം. അവിടെ വാങ്ങിച്ചതാ. ഞാൻ വാങ്ങിച്ചതാ. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് എന്റെ കബോർഡിൽ ഇരിക്കണ പെട്ടിയ. ഐ വിൽ ഷോ യു. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ ഇത് എന്റെ കബോർഡിൽ ഇരിക്കണ പെട്ടിയ. ഐ കുഷിങ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഇത് ആതിരോലില്ലേ കാണാൻ ഒരുപോലെ ഇല്ലേ. ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് ഊറ്റായ. ഇതിപ്പോ നിന്റെ മുഖത്തായാലും നീ എന്നെ മേടിക്കാൻ കുഴപ്പമൊന്നുമില്ല. ചേച്ചിനെ ഇതിന് വെക്കാലോന്ന് വെച്ച് വാങ്ങിച്ചതാ. പൗച്ചിനാ ആ പൗച്ചിനിടാ. ചാന്തുകുട്ടീന്ന് മേടിച്ചതാ. ആ അച്ഛൻ വാങ്ങിച്ചതാ. ഇപ്പൊ ഞങ്ങള് പോയിട്ട് ആ ശരി പൊട്ടാ എന്റെ പൊട്ടി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതൊക്കെ ഒരു പൊട്ടിരിക്കുക. ഇതമ്മക്ക് എനിക്ക് കുറച്ച് വലുതാണ്. ഈ കല്യാണമാല എന്നിട്ട് പറയണ മാങ്ങാമാല പോലത്തെ. ഒരു മാല, രണ്ട് മാല, കണ്ണുമാല, പൂമ്പാറ്റെല്ലവും മാല. ഇത് പിരിമയാണോ മുത്ത്? പിരിമ മുത്ത്. ആ ഇത് ഇഷ്ടായി. ഞാൻ കണ്ടില്ല. ഞാൻ കാണിച്ചു കൊടുത്തത് ഐസിന്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടായി. അതിലിനിയില്ലേ സ്റ്റഡ്? ഈ സ്റ്റഡ് മാത്രമേ ഇതല്ലോ മാത്രമല്ലോ അതുള്ളൂ. ഹൈ ബ്ലാക്ക് വൺ ആവശ്യം എനിക്ക് കൊണ്ട് കളയണം. അതെന്താവും? ഇതെന്താ ഡ്രസ്സാണോ? ഡ്രസ്സല്ല, എന്റെ കുശി പോലെ കയറൊക്കെ പോണതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ തുണി ഉണ്ടെന്ന്. തുണിയായിട്ട് എന്തായിരുന്നു തോന്നുന്നു. അമ്മ പറഞ്ഞിട്ട് ചൂടെടുക്കണ്ട്. കുറച്ചോ ബാഗ്. അയ്യടാ അതിലൊന്നുമില്ല. അതോ എന്നാലും എന്തെങ്കിലും ഒന്നുമില്ല. ഒന്നുമില്ല.
അല്ല 12 മണിയായിരുന്നു. പച്ചവെള്ളം. അയ്യോടാ അത് ഞാൻ അമ്മടുത്ത് പറഞ്ഞിട്ടുണ്ട് കുറെ, എന്നിട്ട് അമ്മ മേടിച്ചിരിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതല്ലേ ഫ്രീസറിലിരുന്ന സാധനം? എന്താ കമ്മലോ തലേമ വെക്കണോ ക്ലിപ്പോ അങ്ങനെ എന്തോ തോന്നുന്നു. എല്ലാവരും സ്കോർ ചെയ്തോണ്ടിരിക്കുക. ആ അപ്പൊ അതിനെയല്ലേ നമ്മളെ ആ എനിക്ക് തോന്നി ഇതാണ്. ഇതും എന്തോ ഡ്രോയിങ്ങിന്റെ സെറ്റാണല്ലോ. ഇതും എന്തോ ഡ്രോയിങ്ങിന്റെ സെറ്റ്. അതേമാതിരി അതേ അല്ല അതേ പാക്കേജും അതേ കളറും ഗിഫ്റ്റ് പേപ്പറിന്റെ എന്തോ ഡ്രോയിങ്ങിന്റെ സെറ്റാണ്. ഈ ഡ്രോയിങ്ങിന്റെ സെറ്റൊക്കെ എന്റെ കൂടെ കേട്ടാ. അടുത്ത ബ്രഷ് 2 ബ്രഷ് പെനോ? ഞാൻ വിചാരിച്ചു ബ്രഷ് പെൻ ആവുന്നു, പക്ഷെ 2 ബ്രഷ് പെൻ തരില്ലല്ലോ എന്ന് വിചാരിച്ചു. ഇത് പേസ്റ്റല്, ഇത് എല്ലാ കളറുള്ള ബ്രഷ് പെൻ. അതെനിക്ക് കൂടെ ഉള്ളതാ. അല്ലമ്മേ ഇത് തുറന്നു നോക്കേണ്ട ആവശ്യമില്ല, അത് ബബ്ലി ആയിരുന്നു. ബബിളി ഉണ്ടല്ലേ? എല്ലാ സർപ്രൈസിലും ബബ്ലി പതിവാ അവൻ ശരി അല്ലേ? കുറച്ചില്ല. ഇത് ഡയറിമിക്കാണ്. അരിഞ്ഞ് തുറക്കരുത്. മനസ്സിലായി, ഡയറിമിക്കാണ്. രാവിലെ വറുത്ത് വെച്ചേക്കുന്നത് കട്ടിൻ്റെ അടിയിൽ. പുതിയാണ് കട്ടിൻ്റെ അടിയിൽ ആദ്യഘട്ടത്തിന്റെ അടിയിൽ നമ്മളെയാ. അറിയോ ഇതെന്താണെന്ന് എനിക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തരും. ഇത് വലിയ പെട്ടിയാ, പക്ഷെ അതിൻ്റെ ഉള്ള ഒട്ടും വെയിറ്റില്ല. ഒന്ന് എന്തോ ഒരു കുഞ്ഞു സാധനം കഴിഞ്ഞു വലിയ ഗസ് ചെയ്യാൻ പറഞ്ഞ എനിക്കറിയില്ല. ഇത് കുഞ്ഞു സാധനം മനസ്സിലായി. എന്റെ കമ്മലൊക്കെ നന്നാക്കി വന്നതാണ്. ഈ വലിയ പെട്ടിയില്ല. അല്ല ചെറിയ സാധനമാണ് വെച്ചതാ. മറ്റേ വീട്ടില് ശരിപ്പാ ശരിപ്പാ ആവും ഞാൻ ഞാൻ നോക്കുമ്പോ ഡെലിംഗ് അതിൻ്റെ ഉള്ളിൽ പോയി. എന്റെ ശാല അതിൻ്റെ ഉള്ളിൽ എടുത്തോന്ന് ശ്രദ്ധിച്ചില്ല. കഴിഞ്ഞില്ലേ? ആഘോഷിക്കാം. നീ എക്സ്പെക്ട് ചെയ്തായിരുന്നോ? ഞാൻ നാളെ എക്സ്പെക്ട് ചെയ്തായിരുന്നു. ഞാൻ അങ്ങനെ ഇറക്കി ചിന്തിക്കും, ഇവരെവിടെ പുറത്തേക്കൊന്നും ഫോണ് കാണാനില്ലല്ലോ, പിന്നെ നാളെ സ്കൂളിൽ പോകുമ്പോ മേടിക്കാനോ എന്നൊക്കെ വിചാരിച്ചു. ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് സർപ്രൈസ് ആയിരിക്കും. സർപ്രൈസ് ഒരുക്കി വെച്ചോളാനാ അവരെടുത്താ. കൊടുക്കണ്ടായിരുന്നു. അതിപ്പോ തുറക്കണ്ട, അത് അഴിഞ്ഞിട്ട് ഇരിക്കണേ. അമ്മക്ക് അഴിഞ്ഞിട്ട് ഇഷ്ടം. വേണ്ട എനിക്ക് ഉറക്കം വേണ്ട, എനിക്ക് ഉറക്കം. ഞാൻ ഇപ്പൊ കൊടുത്താ ഇഷ്ടപ്പെട്ടില്ല അല്ല, അത് വായ വഴുതി വന്നത്. ബാക്കി പറയാച്ചാ അച്ഛൻ എന്തോരെ കഷ്ടപ്പെട്ട് മേടിച്ചു കൊടുത്തത്. ഇതൊക്കെ കണ്ടിട്ട് നിനക്ക് ഏതൊക്കെ ഇതിലേതൊക്കെ ഗിഫ്റ്റ് ആരൊക്കെ മേടിച്ചതായിരിക്കും? ഗസ്. ഇത് അവൻ മേടിച്ചാന്ന് പറഞ്ഞില്ലേ? ഇത് ആദ്യം മേടിച്ചതോ, ഇത് അച്ഛൻ മേടിച്ചതോ അല്ലേ? ഇത് അമ്മ മേടിച്ചതോ? ഇത് അച്ഛൻ മേടിച്ചതോ? അച്ഛൻ മേടിച്ചത് ഇതും അച്ഛൻ മേടിച്ചതോ അല്ലേ? ഞാനും അമ്മ യൂഷ്വലായിട്ട് മേടിക്കുന്നത്. ഇത് അമ്മ മേടിച്ചതോ? ഇതും അമ്മ മേടിച്ചതോ? ഇത് ഞാൻ അമ്മോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കറക്റ്റ്ലി ഐ ഗസ്. അങ്ങനെ സക്സസ്ഫുള്ളി ഇവിടെ അവസാനിക്കാണ്. ഇനി ആദ്യയുടെ ബർത്ത്ഡേക്ക് ഇങ്ങനത്തെ സർപ്രൈസ് ഒന്നും ഇല്ല കേട്ടോ. അവസാനിച്ചു. ഒരാൾക്ക് അങ്ങോട്ട് ചെയ്തു ഇങ്ങോട്ട് ചെയ്തു, ഇനി കഴിഞ്ഞു കേട്ടോ. ഞാനും ഇതൊന്ന് ഇങ്ങനത്തെ സർപ്രൈസുകൾ എക്സ്പെക്ട് ചെയ്യണ്ട. അപ്പൊ ആമിയുടെ ശരിക്കും പറഞ്ഞാൽ 12 മണി ആയിട്ടില്ല കേട്ടാ. 10:45 11 മണി ആവാറായിട്ടുള്ളൂ.
ഇനി ഇവർക്ക് നാളെ സ്കൂൾ ഉള്ളതുകൊണ്ട് ഇനി അത് ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയല്ലേ. അപ്പൊ അതങ്ങോട്ട് തീർത്ത് സന്തോഷത്തോടെ കിടന്ന് ഉറങ്ങിയോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നാളെ ഇനി വൈകുന്നേരം അതെ കാത്തു നിൽക്കുക. ആദ്യം ഉച്ചയ്ക്ക് തൊട്ട് തുടങ്ങിയത് അമ്മ ഇപ്പൊ കൊടുത്താലോ എന്ന് പറഞ്ഞിട്ട് അവന് പ്രാന്തായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നധികം ഞാൻ എടുത്തിട്ടില്ല. സ്റ്റാർട്ടിങ് തുടക്കത്തിൽ എടുത്തായിരുന്നു, പിന്നെ ഇടയിൽ വെച്ച് കുറച്ച് എടുത്തായിരുന്നു, പിന്നെ ഇപ്പോഴാണ് കേട്ടോ കുറച്ച് വീഡിയോസിന്റെ ഒരു കണ്ടന്റ് എടുത്തേക്കുന്നേ. അപ്പൊ ആമിയുടെ ബർത്ത്ഡേയുടെ തലേസ് വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, നാളത്തെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.